ജസ്റ്റ് അര സെക്കൻഡ് ഒരാളുടെ ശ്രദ്ധ പോയപ്പോൾ അപ്പുറത്തെ പാട്ട് ജയിച്ചു. ഇത് തന്നെ ക്രിസ്ത്യ ജീവിതം. എടാ, അപ്പുറത്തൊന്നും വലിക്കുന്നില്ലെങ്കിൽ നീ ഒരു യോഗത്തിന് വന്നില്ലെന്നോർത്ത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പോയിന്റ് പിടികിട്ടിയോ? ഒരു മീറ്റിംഗ് ഉഴപ്പിയെന്നോർത്ത് കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്ത് വടം വലിച്ചു പിടിച്ചിരിക്കുക. നീ ഒന്നഴഞ്ഞാൽ അവനെടുത്ത് അപ്പുറത്ത് നീ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഇച്ചിരി തെറ്റിയാൽ മതി, വലിച്ചിട്ട് കഴിഞ്ഞു, തീർന്നു, പരിപാടി കഴിഞ്ഞു. കാരണം അവൻ ഉറക്കമില്ലല്ലോ. നമ്മുടെ സഹോദരന്മാരെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണോ? പകൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ, സാത്താൻ. വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുക. ഇത് നീ അറിഞ്ഞാൽ നീ എങ്ങനെ പ്രാർത്ഥിക്കണം? അതും വചനത്തിൽ നിന്ന് പറയാ. പുതിയ നിയമക്കാരൻ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാ? ഇടവിടാതെ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:17. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അതെങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വാസ്? ഇടവിടാതെ ചെയ്യാവുന്ന ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ശ്വാസം വിടല്. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇടവിടാതെ ചെയ്യുന്ന ഒരൊറ്റ കാര്യം. ഇടവിടാതെ ആരും ഭക്ഷണം കഴിക്കുന്നു? ഇടവിടാതെ ശ്വാസം വിടാൻ പറ്റൂല്ലേ? അപ്പോൾ അർത്ഥം ഗ്രഹിച്ചോ, അർത്ഥം എഴുതി വെച്ചോ, അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചോ. ശരീരത്തിന് ശ്വാസം എങ്ങനെയോ അതുപോലെ ആത്മാവിന് പ്രയർ. അതുകൊണ്ടാ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? വേറെ ഉദാഹരണം പറയാം. കുറെ നാളായിട്ട് വയറ്റ് സുഖമില്ലാത്ത ഒരാൾ പല ഡോക്ടർമാരെ കണ്ടു, രക്ഷയില്ല. ഒടുവിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു. ഹോമിയോ ഡോക്ടർ പറഞ്ഞു, രോഗം ഞാൻ മാറ്റിത്തരാം, പക്ഷെ മരുന്ന് ഇച്ചിരി കഴിക്കേണ്ടി വരും. അതിന് ഇച്ചിരി സമയങ്ങളൊക്കെ സൂക്ഷിച്ച് കഴിക്കണം. എങ്ങനെയാ സാറേ? അത് പറഞ്ഞുതരാം. ഈ 1ാമത്തെ ഗുളിക 1 മണിക്കൂർ ഇടവിട്ട് 3. 2ാമത്തെ ഗുളിക 2 മണിക്കൂർ ഇടവിട്ട് 4. 3ാമത്തെ ഗുളിക 3 മണിക്കൂർ ഇടവിട്ട് 5 വീതം. പിന്നെ ഈ ഒരു പൊതി ഉണ്ടല്ലോ, അത് രാവിലെ കഴിക്കണം, മറ്റേ പൊതി രാത്രിയിലും കഴിക്കണം. ഇതെല്ലാം മറന്നു പോകില്ല ഡോക്ടർ. അതാ ഞാൻ പറഞ്ഞ വിഷമാണ്. അങ്ങനെ ഏട്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി കുറിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് രാവിലെ ഇതെല്ലാം കൂടെ എഴുതി. എങ്ങനെ ഇരിക്കും പരിപാടി? ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? പിണങ്ങരുത്, ഇടവിടാതെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. എന്നിട്ടിപ്പോ ചെയ്യുന്നതിനാണെന്നറിയോ? ഞാൻ ഇന്നാളൊരു 21 ഇരുന്നതാ. അതെ, അതുകൊണ്ട് നിൽക്കുകയല്ലോ. പിശാച് എവിടെയല്ലോ മനുഷ്യനെ കുഴച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലാണ് പ്രത്യേകം പഠിച്ചത്. കണ്ടോ? അപ്പൊ ഉടനെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നോ, ഈ പുള്ളി ഉപവാസത്തിനെതിരാണോ? അല്ലല്ല. അയ്യോ, അങ്ങനെയാണ് ഈ ചുറ്റോട്ട് നടക്കും. നമ്മൾ ഉപവാസം പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അത് വേറെ വിഷയം. പക്ഷേ ഉപവാസം നിർത്തിക്കോ, പ്രാർത്ഥന നിർത്തരുത്. ഉപവാസം ഇടയ്ക്കിടയ്ക്ക് നിർത്തണം, അല്ലെ പറ്റത്തില്ല. പക്ഷെ പ്രേയർ നിർത്തരുത്. ഇത് പിശാചിനെ പറ്റിച്ചെന്ന്. ഇത് ഞാൻ ഇന്നാൾ ചർച്ചിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരി എന്നോട് പറയാം, എന്റെ പാസ്റ്ററേ ഇത് പറഞ്ഞ് നന്നായി, ഞങ്ങളുടെ അച്ഛൻ ഇന്നാൾ ഒരു 7 ഇരുന്നു, അതിൽ പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കുകയുള്ളൂ. നമ്മൾ ഓരോ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ആണ്ടിൽ ഒരു 7ഉം ഒരു 15ഉം ഒക്കെ ഇരുന്നേച്ച് പിന്നെ നടക്കുക ഉഴപ്പി. നിന്നെ പിടിക്കും കേട്ടോ, പിടിക്കും. ഇത് ഇടപെടാതെ കഴിക്കേണ്ട മരുന്നാ. നീ ഇത് മുഴുവനും കൂടെ 7 ദിവസം കൊണ്ട് കഴിച്ചോ, ഇരട്ടി കുഴപ്പം. ഇത് വിലപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്രിസ്ത്യൻ ജീവിതം 1 മണിക്കൂർ പോലും നിനക്ക് കുഴപ്പാൻ പറ്റത്തില്ല. 1 രാത്രി പോലും നിനക്ക് അയഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വീഴുന്നുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നതുകൊണ്ട് 24 മണിക്കൂറും ജാഗ്രത, 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 ജാഗ്രത. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ 24 മണിക്കൂറും ജാഗ്രത. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
നീ ഇതിന്റെ മുമ്പിൽ ജാഗ്രതയോടെ നിൽക്കണം. പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അതിനെതിരെ ഓടരുത്. ദൈവവചനവും അകത്ത് കിടക്കട്ടെ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന ഉടനെ പരക്കം പായരുത്. സ്റ്റോപ്പ്, ലിസൺ, then proceed. നീ ഒന്ന് സ്പീഡ് കുറയ്ക്കാനുള്ള സിഗ്നലാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കാനുള്ള ഈ റോഡിൽ ഹമ്പ് കാണുമ്പോൾ എന്നാ മനസ്സിലാക്കണ്ടേ? പറന്ന് പൊക്കോളാനാണോ? അല്ല, ബ്രേക്ക് കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ ഹമ്പ് കണ്ടാ നീ മനസ്സിലാക്കണം, ബ്രേക്ക് ചവിട്ടിക്കോ, ബ്രേക്ക് ചവിട്ടിക്കോ. അടുത്ത കണ്ടെത്തി മറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ചവിട്ടിക്കോ. Praise the Lord. കർത്താവിനെ സേവിക്കുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിന് നേരെ ഒരു പർവ്വതം, ഒരു ഹമ്പ് തല ഉയർത്തി നിൽക്കുന്ന കണ്ടാൽ മുട്ടുമടക്ക, പ്രാർത്ഥനയ്ക്ക് സമയമാണ്, സ്വയം ശോധന ചെയ്യുക, ശുദ്ധീകരണത്തിനായി കേൾപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ ന്യായത്തിൽ നിന്ന് വിടുവിക്കും, ശിക്ഷയിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയാം. ഇന്ന് രാത്രി യോഗത്തിൽ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു ശുദ്ധീകരണത്തിന്, സ്വയം ശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. നിന്റെ ജീവിതത്തിന് നേരെ പല പ്രാവശ്യം ഹമ്പ് വന്നിട്ട് നീ ചാടി കടക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി പറയുന്നു, പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുക, സ്വയം ശോധനയ്ക്ക് സമയമെടുക്കുക. വലിയ ന്യായവിധിയിൽ നിന്ന് നിന്റെ കുടുംബത്തിന് വിടുതല കിട്ടുക, ശുദ്ധീകരണത്തിന് സമയമെടുക്കുക. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, Rabalabashya, Rabalabashya. Oh, Ribalabashya, Kamanara, Hakurana, Rabashya. വചനത്തിൽ തിരിച്ചു വരുന്നു. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, തേജസ് കിട്ടുന്ന വരെ സമരം തുടരും. തേജസ് തിരികെ കിട്ടുന്നവരെ കഷ്ടത തുടരും, പോരാട്ടം തുടരും. പരേതനായ പാസ്റ്റർ PD ജോൺസനോട് ഒരു ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി ചോദിച്ചു, അപ്പച്ച ഈ പോരാട്ടം എത്ര വയസ്സ് വരെ കാണുമെന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, 70 വരെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം അന്നേരം അദ്ദേഹത്തിന് 70 ഉണ്ട്. സ്തോത്രം. തേജസ് തിരികെ ലഭിക്കുന്നത് വരെ നാം സമരമുഖത്താണ്. കഷ്ടത, പോരാട്ടം, പ്രശ്നങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ തിരമാല എന്ന് വിളിക്കുന്നത്. തിരമാല നിൽക്കുന്നില്ല, വരും പോകും വരും പോകും. പക്ഷെ തിരമാലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്നാണെന്നറിയോ? തിരമാല നിൽക്കത്തില്ല, വന്നേച്ചങ്ങ് പോവും. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തിരമാലയ്ക്ക് കാലില്ല, നിനക്ക് കാലുണ്ട്. തിരമാല വരുമ്പോൾ നീ ഓടരുത്, നീ നിന്നാ മതി, അത് വന്നേച്ചങ്ങ് പോകും. തലയുടെ മോളിൽ കൂടെ വന്നാലും അതൊന്ന് പോകും, നീ അനങ്ങാൻ നിന്നേച്ചാൽ മതി. യഹോവയിൽ ആശ്രയിക്കുന്നതിന് കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. എത്ര തിരമാല ഈ തലയിൽ കൂടെ കയറിപ്പോയതാ, എത്ര തലമാല എൻ്റെ നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോയതാ. അത് കവിഞ്ഞങ്ങ് പോയി, പക്ഷെ നീ നിലനിൽക്കുന്നു. വന്ന തിരമാല വന്ന വഴിക്ക് പോയി, പക്ഷെ നീ ദൈവകൃപയാൽ ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. സ്വതം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അതെന്താ ഇതിന്റെ അർത്ഥം? അതാണ് ഒടുവിലത്തെ ചിന്ത. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിചാരിക്കേണ്ടത് തേജസ്സാണ്. എന്നേലൊന്നും വിചാരിക്കാൻ വേണ്ട എപ്പോഴും. അപ്പോ അനർത്ഥം വരാൻ പോണെന്ന് വിചാരിക്കുക, കുഴി വീഴാൻ പോണെന്ന് വിചാരിക്കുക. ചിലരുണ്ട് എപ്പോഴും ശവപ്പെട്ടി കാണുക.